Yo guys, welcome to yet another vlog. വ്ളോഗ് കേട്ടോ വ്ളോഗ്. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു നിന്ന് താടി മുടിയൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട്. ഞാനുണ്ട് ജിബിനശേഷനുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ ഞങ്ങൾക്കത് പറ്റുന്നില്ല, ടൈം കിട്ടുന്നില്ല. അതാണ് സത്യാവസ്ഥ. ഞങ്ങൾക്ക് മൺഡേ ടു ഫ്രൈഡേ ജോലിയുണ്ട്, സാറ്റർഡേ സൺഡേ മാത്രമേ ഞങ്ങൾക്ക് ഓഫ് കിട്ടുന്നത്. അപ്പോൾ ആ ടൈമിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരും, പിന്നെ അക്കാര്യത്തിലും ബിസി ആയിപ്പോകും. അപ്പോൾ ഇന്ന് കമ്പാരിറ്റീവ്ലി ഒരു ഇച്ചിരി സമയം കിട്ടി. അപ്പോൾ ഞാൻ ജിബിനച്ചാനും കൂടെ കൊട്ടാരക്കരയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. കൊട്ടാരക്കര എവർമോർ സലോണിലാണ് ഞങ്ങൾ സ്ഥിരം വെട്ടിക്കാറ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ മുമ്പിൽ ചെല്ലുമ്പോഴൊക്കെ കാണിക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, ഇപ്പം ഇതാണ് ഞങ്ങളുടെ ലുക്ക് കേട്ടോ. എൻ്റെ ജിബിനച്ചാൻ ലുക്ക് ഇതാണ്. ഈ എന്താ പറയുന്നത്, ഈ മുടിയും താടിയൊക്കെ എടുത്തതിന് ശേഷം ഗ്രൂമിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങൾ മുമ്പോട്ട് ചെല്ലുമ്പോഴേക്കും നിങ്ങളെ കാണിക്കാം. യെസ്, അങ്ങനെ വന്നു ഗൈസ്. क्या हुआ शोएब नहीं है? ब्लॉगिंग चल रहा है भाई, ब्लॉगिंग. അയ്യോ, അപ്പോൾ നമ്മൾ മുടി വെട്ടിക്കാൻ കയറിയൊക്കെയാണ്. ഇതാണ് വസീം. വസീമിൻ്റെ ബ്രദറുണ്ട് ഷോയബ്. ഷോയബ് ഇപ്പോൾ വരും. ഷോയബ് ജിബിനച്ചതിനെ ഹെയർ കട്ട് ചെയ്യുന്നത്. A few moments later. അപ്പോൾ എൻ്റെ ഗ്രൂമിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതാണ് വസീം കേട്ടോ. വസീമാണ് ഗ്രൂം ചെയ്തത്. വസീമിൻ്റെ ബ്രദറുണ്ട് കേട്ടോ ഷോയബ്. ഷോയബാണ് ജിബിനച്ചനെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിയാണ്. അപ്പോൾ ഞങ്ങൾ മുടി വെട്ടിച്ചു കേട്ടോ. ഞാൻ വണ്ടി നോക്കട്ടെ. എടുത്തോടുത്തോ പൊട്ടെ. ഇവിടെ കൊഴിയില്ല. പൊട്ടെ ബാബുസ്വാമി. അയ്യോ, റിയോൺ വരുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾ മുടി വെട്ടിച്ചു. ഇതാണ്, അയ്യോ പാട്ടും വന്നു. അപ്പം ഞങ്ങൾ മുടി വെട്ടിച്ചു. ഇനിയിപ്പം ഇതാണ് ഞങ്ങളുടെ ലുക്ക് കേട്ടോ. ഇതാണ് എൻ്റെ ലുക്ക്. ഇതാണ് ജിബിനച്ചാച്ചൻ്റെ ലുക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നാളായി ഇങ്ങനെ ബിയേർഡ് വെച്ചിട്ട് കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ ബാർബർ ഷോപ്പിൽ പോയിട്ട് ഞാൻ ഇത് മാത്രം വെക്കും. ഇവിടെ മാത്രം ഫ്രഞ്ച് വെക്കുമായിരുന്നു. എന്നിട്ട് കുറേ നാൾ മുടി വെട്ടാതെ മുമ്പ് ഇവിടെയൊക്കെ പിന്നെയും കിളി. അപ്പം ഞാൻ ഇതിനു മുമ്പ് വെട്ടിയപ്പോഴും ഇതായിരുന്നു വെച്ചിരുന്നത്, ഫ്രഞ്ച് ആയിരുന്നു വെച്ചിരുന്നത്. പക്ഷെ അത് ഇരുന്ന് ഇവിടെയൊക്കെ കിളിച്ചതാണ്. അപ്പോൾ ഇനി തൊട്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കും ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. ജിബിനച്ചനും പിന്നെ അതേ ലുക്ക് ആസ് ഓൾവേസ്. കുറച്ചുകൂടെ പ്രായം കുറഞ്ഞു കണ്ടപ്പോൾ. അപ്പോൾ ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പുറകെ എടുത്തോ, ഈ വണ്ടിയുടെ പുറകെ എടുത്തോ. അപ്പോൾ അതൊക്കെ എടുക്കണേ. ഓക്കെ. അപ്പോൾ ഞങ്ങളിനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സാരഥി വരെ ഒന്ന് പോകണം. ഈ വണ്ടി ഞങ്ങൾ എടുത്തെടുത്തു. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി, ഈ കാറിൻ്റെ കീയുടെ ബാറ്ററി അതിനകത്ത് ചാർജ് ഇല്ല. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുത്തിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി. അതിങ്ങനെയാണ് ബാറ്ററി മാറുന്നത്. ബാറ്ററി പൊതുവെ കടകളിൽ കൊണ്ടുപോയി മാറ്റി തരും. ചെറുതാണ്. വാച്ചയുടെ ഇല്ല. ഞങ്ങളെല്ലാം ആക്സസറി ഷോപ്പിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് ചെറുതാ കമ്പാരിറ്റീവ്ലി. ഇതൊരാഴ്ച നിൽക്കത്തുള്ളൂ. അവിടുത്തെ ഓക്കെ. അല്ല, ഓൾട്ടോ കേട്ടൻ. ഇതാണ് അലൻ ചേട്ടൻ, ജിബിനച്ചൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതെ. മൗണ്ടിലാ. പക്ഷെ കട്ട കമ്പനികളാണ്. ഇത് കണ്ടോ, ഒരു ഓപ്പൺ ജീപ്പ്. എന്നാ രസമുണ്ടത്. അയ്യോ, അപ്പോൾ കൊട്ടാരക്കര പരിപാടി കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. മുടി വെട്ടാൻ പോയതാ. അപ്പോൾ അത് മുടി വെട്ടി കൊള്ളാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജിബിനച്ചാൻ പിന്നെ കൊള്ളാം, അത് ഞാൻ പറഞ്ഞാൽ കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.